പല ആൾക്കാരുടെയും വിചാരം ഉണ്ടല്ലോ, ചില പേഷ്യനോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ പറയും, ഏയ് എൻ്റെ കുടുംബത്തിൽ ആർക്കും ക്യാൻസർ ഇല്ല. ഒരു മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ പലരും പറയുന്നതിന് മറുപടി, എൻ്റെ ഫാമിലി അങ്ങനത്തെ ഫാമിലി അല്ല, ഞങ്ങളുടെ ഫാമിലിയിലൊന്നും ആർക്കും ക്യാൻസർ എന്ന് മോശപ്പെട്ട കാര്യം പോലെ പറയും ചില ആൾക്കാർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 10% ബ്രസ്റ്റ് ക്യാൻസേഴ്സേ ഹെറിഡിറ്ററി ഉള്ളൂ. ഓക്കെ. മനസ്സിലായി, 90% നോൺ ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആണ്. ഇപ്പോൾ 10 പേർക്ക് ക്യാൻസർ വന്നാൽ അതിൽ ഒരാളെ കാണുള്ളൂ ഹെറിഡിറ്ററി ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ എന്ന്, ബാക്കി 9 പേരുടെ അല്ലാണ്ട് വന്നതാണ്. അപ്പോൾ ഈ ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് നടത്തില്ല എന്ന് പറയുന്നത് വെറും മണ്ടത്തരാണ്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു മിസ്കൺസെപ്ഷനാണ് ആൾക്കാരുടെ. എൻ്റെ ഫാമിലിയിൽ ക്യാൻസേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് സ്ക്രീനിങ് വേണ്ട. അപ്പം അത് നമ്മൾ കേരളീയരെ മനസ്സിൽ നിന്ന് കളയേണ്ട ഒരു ചിന്താരീതിയാണതെന്ന് ഞാൻ പറയും. ഇപ്പം നേരത്തെ മാം പറഞ്ഞു, ഇപ്പം ജനറ്റിക് ആയിട്ട് വരുന്ന ഇപ്പം ഈ പറഞ്ഞ യൂട്രസ് കാര്യങ്ങൾ, ഈ ഈ പറയുന്ന ക്യാൻസറുകളല്ലാതെ ഇപ്പം ഈ പറയുന്ന ബോൺ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഇതൊക്കെയും നമുക്ക് ഈ ജനറ്റിക് പരമായിട്ട് പൊതുവേ ഈ ബോൺ ക്യാൻസർ ഒന്നും ഹെറിഡിറ്ററി അല്ല. ചില ബ്രെയിൻ ട്യൂമേഴ്സ്, വളരെ റെയറായിട്ടുള്ള ചില ബ്രെയിൻ ട്യൂമേഴ്സ് ഒക്കെ ഹെറിഡിറ്ററി ഉള്ളൂ. പിന്നെ കുടലുകളിലെ വൻകുടലിലെ ക്യാൻസർ, കോളൻ ക്യാൻസർ ഒക്കെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. ഈ യൂട്രസ് ബ്രസ്റ്റ് ഓവറിൻ ക്യാൻസർ പോലെ തന്നെ കോളൻ ക്യാൻസേഴ്സ് ഹെറിഡിറ്ററി ആയിട്ടുണ്ട്. ഓക്കെ. ഇത് ഇപ്പം ക്യാൻസറിന് ഒരു ഏജ് ഉണ്ടോ? അതായത് എല്ലാവരും, ഞാൻ പൊതുവെ ഒരു ടീനേജ് പ്രായമായിട്ടുള്ള ഒരു കുട്ടികൾക്ക് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നു ഞാൻ അധികം പൊതുവെ കേട്ടിട്ടില്ല. ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു 80-85% ക്യാൻസേഴ്സ് 50 വയസ്സിന് ശേഷമായിരിക്കും. പക്ഷെ അപ്പോഴും ഒരു 15-20% ക്യാൻസർ യങ് ഏജിലുണ്ട്. ഇപ്പം ചില ടൈപ്പ് ക്യാൻസേഴ്സ് ഉണ്ട്, ഫിലോഡ്സ് ട്യൂമർ, അങ്ങനെയൊക്കെ ചില ക്യാൻസേഴ്സ് ഉണ്ട് യങ് ഏജിൽ വരുന്നത്, ബ്രസ്റ്റ് ക്യാൻസർ തന്നെ. അതുകൊണ്ടാണ് ഏത് പ്രായത്തിൽ നമ്മൾ ലംബ് കണ്ടാലും, ഇപ്പോൾ ഒത്തിരി കുട്ടികൾ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്ന ലംബമായിട്ട് വരും. ഒരു 15-16 വയസ്സുള്ള കുട്ടികളൊക്കെ ഫൈബ്രോ അഡിനോമ പൊതുവേ ക്യാൻസർ അല്ലാത്ത ഒരു സംഭവമാണ്, പക്ഷേ നീഡ്സ് ഫോളോ അപ്പ്. പക്ഷേ ആ പ്രായത്തിൽ നമുക്ക് ക്യാൻസർ വരാം. അതുകൊണ്ടാണ് നമ്മൾ ചില അമ്മമാർ ചോദിക്കും, ഡോക്ടർക്ക് പരിശോധിച്ചപ്പോൾ ക്യാൻസർ എല്ലാം തോന്നി, പിന്നെ എന്തിനാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്? പക്ഷേ വി നീഡ് ടു ബി ഷുവർ. പക്ഷേ എന്നുവെച്ചാൽ ഇമേജിങ്ങും കൂടെ ചെയ്ത് ചിലപ്പം സംശയം ഉണ്ടെങ്കിൽ ബയോപ്സിയും കൂടെ ചെയ്ത് വി ഹാവ് ടു മേക്ക് ഷുവർ ഇറ്റ് ഇസ് നോട്ട് ക്യാൻസർ, ബിക്കോസ് വി ഡു സീ ക്യാൻസേഴ്സ് ഇൻ ദാറ്റ് ഏജ് ഗ്രൂപ്പ്. ഓക്കെ. ഇപ്പം അതേപോലെ തന്നെ ഞാൻ കേട്ടത്, ഇതൊരു മിത്താണോ എന്താണെന്ന് എനിക്കറിയില്ല, അതായത് നമ്മൾ ഈ പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞാലാണ് നമ്മളിത് ടെസ്റ്റ് എടുക്കേണ്ടത്, നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഞാൻ അത് കേട്ടിട്ടുണ്ട്. ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പണ്ട് നമ്മൾ പറയും. ഇപ്പോൾ എല്ലാ സ്ത്രീകളും നമ്മൾ സ്വന്തം ബ്രസ്റ്റിനെ പറ്റി അവെയർ ആയിരിക്കണം. ബ്രസ്റ്റ് അവെയർനെസ് എന്ന് ഞങ്ങൾ പറയും. കാരണം ഇതിലെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ പേഷ്യൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യുക, ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ. ഈ പറഞ്ഞ പോലെ ഫാമിലിയിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹൈ റിസ്ക് ആയിട്ട് എടുക്കും. നമുക്ക് തന്നെ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ, അതിപ്പോൾ നമുക്ക് യൂട്രസോ ഓവറിയോ ക്യാൻസറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി യു ഗോ ടു ദ ഹൈ റിസ്ക് കാറ്റഗറി. ചില ആൾക്കാരുണ്ട് ഈ കുഞ്ഞു പ്രായത്തിൽ ചെസ്റ്റിന് റേഡിയേഷൻ എടുത്തിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ എന്തെങ്കിലും ലുക്കീമിയ, ലിംഫോമ അങ്ങനെയൊക്കെ വന്നിട്ട് ചെസ്റ്റിന് റേഡിയേഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊരു 25 വയസ്സ് കഴിയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് റിസ്ക് ഉണ്ട് ആ റേഡിയേഷൻ കാരണം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഹൈ റിസ്ക് ആയി. അപ്പോൾ അവരെ നമ്മൾ നേരത്തെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് തുടങ്ങും. എല്ലാവരുടെയും ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ്. ഒന്ന് ബ്രസ്റ്റ് അവെയർനെസ്, അത് പേഷ്യന് സ്വയം വേണ്ടതാണ്. മറ്റത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, അതൊരു ക്വാളിഫൈഡ് ഡോക്ടർ ഷുഡ് എക്സാമിൻ ദ ബ്രസ്റ്റ്. മൂന്നാമത്തത് ഇമേജിങ്ങിനാണ് നമ്മുടെ മാമോഗ്രാം ഒക്കെ വരുന്നത്. ഈ സെൽഫ് ബ്രസ്റ്റ് അവെയർനെസ് പണ്ട് നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും. നമ്മൾ ഡോക്ടർമാർ പരിശോധിക്കുന്ന പോലെ തന്നെ സ്വന്തം ബ്രസ്റ്റ് പരിശോധിച്ചു. കാരണം ഇപ്പോൾ നമ്മൾ അങ്ങനെ പരിശോധിച്ചില്ലെങ്കിലും നമ്മൾ എല്ലാ മാസവും ബ്രസ്റ്റൊക്കെ ഒന്ന് തൊട്ടൊക്കെ നോക്കുക. നമ്മളുടെ ബ്രസ്റ്റ് എങ്ങനെയാണ് നോർമലി ഇരിക്കുന്നത് നമ്മൾ അവെയർ ആവുക. അതാണ് സെൽഫ് ബ്രസ്റ്റ് അവെയർനെസ്. അപ്പോൾ അതിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ ബ്രസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ പീരീഡ് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ബ്രസ്റ്റിൻ്റെ പുറത്ത് പറഞ്ഞ ഹോർമോണൽ ഇൻഫ്ലുവൻസുകൾ വരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഈ പീരീഡ്സിൻ്റെ സമയത്തും അതിന് തൊട്ട് മുമ്പൊക്കെ നമുക്കറിയാം നമുക്ക് ബ്ലോട്ടിങ് വരും, ബ്രസ്റ്റ് പെയിൻഫുൾ ആകും, സെൻസിറ്റീവ് ആകും, നമുക്കൊരു നോഡുലാരിറ്റി, ഒരു ലംബിനെസ് അത് ബ്രസ്റ്റൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നോക്കിയാൽ എല്ലാം പ്രശ്നമായിട്ട് തോന്നും. അപ്പോൾ ഈ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഉടനെ ഉള്ള സമയമാണ് നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം. ആ സമയത്ത് ബ്രസ്റ്റിൻ്റെ റെസ്റ്റിംഗ് ഫേസാണ്, ക്വിസൻറ്റ് ഫേസ്. ആ സമയത്ത് പരിശോധിച്ചാലാണ് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുക. അത്രേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നുകൊണ്ട് ആ സമയത്ത് തന്നെ നോക്കാവൂ എന്നൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നോക്കാം. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ടു ബി ഡൺ അറ്റ് ദാറ്റ് ടൈം.